ഗൈസ്, നമ്മുടെ ഫ്രണ്ട് നമുക്കൊരു ഇൻഫോർമേഷൻ തന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു ബൈക്കിനെ കുറിച്ചാണ് ഗൈസ് ഒരു ഇൻഫോർമേഷൻ തന്നിരിക്കുന്നത്. അതൊരു ഫുള്ളി ഇലക്ട്രിക് ആയ ഒരു ബൈക്കാണ്. അതിൻ്റെ പേര് ഒരു ട്രോൺ ബൈക്ക് എന്നാണ് കേട്ടോ ഗൈസ് അതിൻ്റെ പേര്. ആ ബൈക്ക് ഇപ്പോൾ ഉള്ളത് ഒരു വില്ലേജിലാണ് കേട്ടോ ഗൈസ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ആദ്യം തന്നെ ആ വില്ലേജിൽ പോയി ബൈക്ക് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ഫ്രണ്ട് ഈ ബൈക്കിൻ്റെ കീ മാത്രം അവൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഗൈസ്. അവൻ അത് അവിടെ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ കീ നമുക്ക് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വേണം നമുക്ക് ആ ബൈക്ക് അടിച്ചു മാറ്റാൻ പോകാൻ. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട് എത്താറായിട്ടു, കുറച്ചടുത്താണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മളെത്തിയിട്ടുണ്ട്. നമ്മുടെ ആകെയുള്ളത് ഈ പേട്ട സ്കൂട്ടർ മാത്രമാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഇത്ര കാലം കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഇനിയാണ് ഗൈസ് നമ്മുടെ ഒരു ഫുള്ളി ഇലക്ട്രിക് ആയൊരു വണ്ടി വരാൻ പോകുന്നത്. അപ്പോൾ ഇവൻ്റെ കയ്യിലാണ് ഇത്. നമുക്ക് തൽക്കാലം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോയിട്ട് അതിൻ്റെ കീ വാങ്ങാം. ഗൈസ്, കീ ഒക്കെ അവൻ തന്നു കഴിഞ്ഞു. നമുക്ക് നേരെ നമ്മുടെ വില്ലേജിലേക്ക് പോകാം. വില്ലേജിൽ പോയിട്ട് അവിടെ എവിടെയോ ആണ് ഈ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നമുക്കൊരു കാര്യം നേരെ പോവാം. ഗൈസ്, ഏതായാലും പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വില്ലേജിലേക്ക് പോകേണ്ട വഴി മറന്നു ഗൈസ്. അയ്യോ, വില്ലേജിലേക്ക് പോകാൻ ഏതായിരുന്നു വഴി? പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് വില്ലേജ് മാത്രമേ ഓർമ്മയുണ്ട്. അതുപോലെ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് പോകും. എന്നിട്ട് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് എവിടെയാണ് ഈ വില്ലേജ് എന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് നന്നായി ഓർത്ത് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് മനസ്സിലാവുന്നുണ്ട്. ഗൈസ്, ഇത് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ വില്ലേജ്, നമ്മൾ കണ്ടില്ല. കാര്യം ചെയ്ത് നമുക്ക് നേരെ ആ വില്ലേജിൽ പോയൊന്ന് തപ്പി നോക്കാം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നന്നായി തപ്പണം, കുറേ വീടുകളൊക്കെ ഉണ്ട്. ഗൈസ്, ഇവിടെ തപ്പിയിട്ട് ഇവിടെയൊന്നും കാണുന്നില്ല കേട്ടോ. എന്താണെന്നറിയില്ല, ഇവിടെ ഈ ഭാഗത്തൊന്നും കാണാനില്ല. എന്നാലും ഇവിടെ ഏകദേശം എൻ്റെ സെൻറ്ററിൻ്റെ ആ പോർഷനിലെ സെൻറ്ററായിട്ടാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. ഗൈസ്, നമ്മൾ ഫുള്ള് തപ്പി നോക്കി, സാധനം ഇവിടെ ഒന്നുമില്ല. നമ്മൾ ചമ്മിപ്പോയി തോന്നുന്നു ഗൈസ്. വേണ്ടായിരുന്നു വെറുതെ. ഗൈസ്, ഒരു മിനിറ്റ്, ഇതല്ലേ ട്രോൺ ബൈക്ക്? ഗൈസ്, ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ആ ഫുള്ളി ഇലക്ട്രിക്കായ ട്രോൺ ബൈക്ക്. ഇത് നല്ല സീന് വണ്ടി എന്നാണ് പറഞ്ഞത്. നല്ല വിലയുള്ള വണ്ടിയാണ്. കാരണം അതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം. ടയറൊന്നും റബ്ബറില്ല, വേറെ എന്തൊക്കെയോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുണ്ടാക്കിയ സാധനമാണ്. അത് ഇരിക്കുമ്പോൾ തന്നെ ഒരു ഫീല് പറയാം കേട്ടോ ഗൈസ്. അതുപോലെ സ്മൂത്തായ ഹാൻഡിലൊക്കെ തിരിയണമൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, വണ്ടി മെല്ലെ ഒന്ന് ആക്സിലേറ്റർ ചെയ്ത് നോക്കാം. കുഴപ്പമില്ല ഗൈസ്, വണ്ടി പൊളിയാണ്. ഒരു കാര്യം ചെയ്യും, വണ്ടി അങ്ങോട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോവുക. ചാവിയൊക്കെ ഉള്ളതുകൊണ്ട് സുഖമായി എടുക്കുക. ഗൈസ്, നല്ല സ്പീഡുണ്ട് കേട്ടോ. കുറച്ച് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ നല്ല സ്പീഡുണ്ട്. മോനി, എന്താ അതിൻ്റെ ഒരു ഫീല്, എന്താ! നല്ല സുഖം തൊട്ട് ഗൈസ്, ബൈക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് ഇരിക്കാൻ. നമുക്ക് നേരെ ഇതും കൊണ്ട് വീട്ടിൽ പോവാം ഗൈസ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നം ഗൈസ്, ഏതായാലും നമുക്കിവിടെ നല്ല പണി കിട്ടി. നല്ല വാണ്ടഡ് ലെവലും കൂടെ വന്നിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പറപ്പിച്ച് വിടാം. ചുറ്റും പോലീസാട്ടോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ റാമിൻ്റെ സൈഡ് കൂടെയൊക്കെ നമുക്ക് പോവാം ഗൈസ്. പണി കിട്ടുമെന്ന് തോന്നുന്നു ഗൈസ്. 2 സ്റ്റാർ വാണ്ടഡ് ലെവലാണ് വന്നിരിക്കുന്നത്. എന്ത് ചെയ്യണം നമുക്കൊരു പിടിയില്ല. ഒരു കാര്യം ചെയ്യാം, എന്തായാലും വണ്ടി നല്ല സ്പീഡ് ഹാൻഡിലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നേരെ നല്ല സ്പീഡിലൊക്കെ പോയി അങ്ങനെയൊക്കെ എസ്കേപ്പ് ചെയ്യാൻ നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യും, ഈ ഭാഗത്ത് അവിടേക്കൊന്നും അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ഈ പോലീസുകാരനെ ഒന്ന് എസ്കേപ്പ് ആവാൻ നോക്കാം. പോകാൻ നോക്കാമല്ലോ പോലീസുകാർ. 2000 years later. ഗൈസ്, അങ്ങനെ പോലീസുകാരൊക്കെ പോയിരിക്കുകയാണ്. നമ്മളിപ്പോൾ നേരെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ട് വണ്ടി ഓടണമൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ മറ്റേ ബൈക്ക് ചതിച്ചതാണ്. പക്ഷേ ഈ ബൈക്ക് അങ്ങനെ ചതിക്കണമെന്നില്ല. കഴിഞ്ഞ R15 നമ്മളെ ചതിച്ചതാണ്. ഒരു കാര്യം ചെയ്യുക, നമുക്ക് ഈ വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യുക. എന്നിട്ട് നേരെ നമുക്ക് പോവാം ഗൈസ്. ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്.